എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈക്ക് ആവശ്യപ്പെടുന്നത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതുപോലെ ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രധാന അറിയിപ്പിലേക്ക് വരാം. അതായത് നമുക്കറിയാം, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി APL കാർഡെന്നോ അല്ലെങ്കിൽ BPL കാർഡെന്നോ വ്യത്യാസമില്ലാതെ റേഷൻ കാർഡിൽ പേരുള്ള നാമമാത്രരായ കർഷകർക്ക് അപേക്ഷിച്ചാൽ ഒരു കൊല്ലം ഏകദേശം 6000 രൂപയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ 8ാം ഗഡുവാണ് ലഭിക്കാനുള്ളത്. അപ്പോൾ RFTO അതിൻ്റെ ഒപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നു മുതൽ ആ ഒരു 8ാം ഗഡുവായ 2000 രൂപ ഇന്നു മുതൽ ലഭിച്ചു തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇനി പുതിയതായിട്ട് അപേക്ഷിച്ചവരുണ്ടാവും. നിലവിൽ ചില ഗഡുക്കളൊക്കെ പെൻഡിങ് ആയിട്ടുണ്ടാവും. അതായത് 5ാമത്തെ ഗഡു വരെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും, പിന്നെ 6ാമത്തെ ഗഡു കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ 7ാമത്തെ, ഇങ്ങനെ പെൻഡിങ് ആയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീർക്കാൻ സാധിക്കും. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി പുതിയതായിട്ട് എങ്ങനെ അപേക്ഷിക്കണം, മറ്റു വിശദമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ലിങ്കിൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, നമുക്കറിയാം, ഈ ഒരു കോവിഡിൻ്റെ വ്യാപന പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇപ്പോൾ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ ഇപ്പോഴും ഈ ഒരു മെയ് മാസവും സൗജന്യ കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മെയ് മാസത്തെ സൗജന്യ കിറ്റിൻ്റെ വിതരണം ഇനി ഈ മാസം 15ാം തീയതി മുതലാണ് ആരംഭിക്കാൻ പോകുന്നത്. സാധാരണ മുമ്പ് കിറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. എന്തായാലും കാർഡ് നിറമടിസ്ഥാനത്തിൽ, അതായത് BPL മഞ്ഞ റോസ് കാർഡ്, പിന്നെ APL നീല വെള്ള കാർഡ്, ഇങ്ങനെ ക്രമനമ്പർ അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും വിതരണം ഉണ്ടാകുക. മുമ്പൊക്കെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, എന്തായാലും കാർഡിൻ്റെ നിറവ്യത്യാസ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ഈ ഒരു കിറ്റിൻ്റെ വിതരണം ഉണ്ടാവുക. ഇനി അതുപോലെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കും വേണ്ടിയിട്ടും നമ്മുടെ സർക്കാർ കിറ്റ് പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഓരോ ജില്ലയിലും ഏകദേശം 30,000-ഓളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടൊരു കിറ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം അവരുടെ വീട്ടിൽ പച്ചക്കറികളൊക്കെ ഉണ്ട്. അതായത് ഉരുളക്കിഴങ്ങുണ്ട്, ഉള്ളിയുണ്ട്, സൺഫ്ലവർ ഓയിലുണ്ട്, അതുപോലെ തന്നെ 5 കിലോ അരി. അവർക്ക് 2 ആഴ്ചത്തേക്കുള്ള കിറ്റാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ അവർക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു ആനുകൂല്യമാണ് സർക്കാർ നൽകുന്നത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും കുറച്ച് കൂടുതൽ ആനുകൂല്യം സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്കും സർക്കാർ നൽകണമെന്നാണ് പറയാനുള്ളത്. സാധാരണ മുമ്പിൽ നൽകുന്ന ഒരു കിറ്റ് തന്നെ കിട്ടിയിട്ട് കാര്യമില്ല, കുറച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താമായിരുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം BPL മഞ്ഞ റോസ് കാർഡുകാർക്ക് 5 കിലോ അരി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ സ്പെഷ്യൽ 15 കിലോ അരി ഈ ഒരു മെയ് മാസം APL നീല വെള്ള കാർഡുകാർക്ക് കിലോക്ക് 15 രൂപ നിരക്കിലും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്. ഇത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഈ ഒരു സൗജന്യക്കിറ്റിൻ്റെ വിതരണം പെട്ടെന്ന് തന്നെ 15ാം തീയതി തന്നെ ആരംഭിക്കുമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് APL BPL കാർഡെന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം, നിലവിൽ ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് 2-3 ദിവസമായി. ലോക്ക്ഡൗൺ ഇപ്പോൾ കർശനമായിട്ട് തന്നെ തുടരുകയാണ്. അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്നവരെ പോലീസ് പിടിക്കുന്നുണ്ട്, കേസൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കും. അതായത് വീട്ടിൽ നിന്നും ഇന്ന സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞിട്ട് പോലീസിനോട് പറയും, ഇങ്ങനെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ കാര്യം സത്യമാണോ എന്ന് നോക്കാൻ പോലീസുകാർ രക്ഷിതാക്കളെ വിളിക്കും. അത് കള്ളമാണെങ്കിൽ ചിലപ്പോൾ രക്ഷിതാക്കൾക്ക് വരെ കേസെടുത്തേക്കാം. അപ്പോൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള മക്കൾ അനാവശ്യമായി പുറത്ത് പോകുന്നത് നിങ്ങൾ തടയേണ്ടതാണ്. അങ്ങനെ ആരെയും പുറത്ത് വിടേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നമുക്കറിയാം. ആ ഒരു സാഹചര്യം എല്ലാവരും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഈ ഒരു മഹാമാരിയെ തടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഓരോരുത്തരും സ്വയം പ്രതിരോധിക്കേണ്ടതാണ് എന്നുള്ള കാര്യം എല്ലാവരും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അപ്പോൾ വളരെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ കൈ രണ്ടും സാനിറ്റൈസ് ചെയ്യാനും മാസ്ക് വെക്കാനും ആരും മറക്കരുത്. ഈ മഹാമാരിയെ നമുക്ക് എല്ലാവർക്കും കൂടി തടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. 3 പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കേട്ടുവിടാം. അതുവരെ എല്ലാവരോടും ഗുഡ് ബൈ.